കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ചില ആളുകളിൽ നിന്ന് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതാരാ പറയുന്നത്? സലഫികളെല്ലാം. ഹിജ്റ 852 മരണപ്പെട്ട ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളായ ഹാഫിദുദ്ദീൻ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, 9ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതൻ പറയുന്നു, മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. 9ാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നവരിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 14നും 15നും നൂറ്റാണ്ട് ജീവിക്കും നമുക്ക് ശിർക്ക് സംഭവിക്കുകയില്ല എന്നതിന് എന്ത് സുരക്ഷിതമാണ് സഹോദരന്മാർ നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നാം മനസ്സ് തുറന്നുകൊണ്ട് പരിശോധിക്കണം, മുസ്ലിം സമുദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ ശിർക്കുണ്ടോ? ഉണ്ട് എന്നതാണ് സഹോദരന്മാരെ സ്നേഹബുദ്ധിയ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പറഞ്ഞ കാര്യങ്ങൾ അത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണല്ലോ ശിർക്ക്. ഇസ്ലാമിലെ ശിർക്കും തൗഹീദും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അല്ലാഹുവിനുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രം കൊടുത്താൽ അതാണ് തൗഹീദ്. അള്ളാഹുനുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, വലിയാകട്ടെ, സ്വാലിഹാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരാകട്ടെ, ആർക്ക് കൊടുത്താലും അതിന്റെ പേരാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. കൊടുക്കുന്നുണ്ട്. ഇത് ആരോപണമല്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞത്? ലഹു ദഅവത്തുൽ ഹഖ്, പ്രാർത്ഥനയുടെ അവകാശം, പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ആരോടാണ്? അത് പടച്ച റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ഇത് വിശുദ്ധ ഖുർആനിൽ ആയിരക്കണക്കിന് ആയത്തുകളിൽ വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ആശയം അത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ആശയങ്ങൾ മുഴുവനും തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വലിയ വലാലത്തിൽ ആരാണുള്ളത്? ഇത് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. ഇനി മാത്രമല്ല അല്ലാഹു പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിനുള്ളതാണ് പള്ളികൾ മുഴുവൻ. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ആയത്തിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ വേറെ ആളെ പ്രാർത്ഥിക്കരുത് എന്നല്ല. ഫലാ തദ്ഉ മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ വേറെ ആളെ വിളിക്കരുത്. അല്ലാഹുവിനെ വിളിക്കും, മറ്റോലും വിളിക്കും. അത് ചെയ്യരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ആരെയും വിളിക്കരുത്. അല്ലാഹുവിനെ മാത്രം, അല്ലാഹുവിനെ ഒഴിവാക്കിയിട്ടല്ല വിളിക്കണമെന്നല്ല, അല്ലാഹുവിനെയും വിളിക്കുന്നു, അല്ലാഹുവിന്റെ കൂടെ വേറെ ആളുകളെ വിളിക്കുന്നു. ഇത് ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പക്ഷെ നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഇങ്ങനെ ചെയ്താൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കുകയില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർക്ക് ഉത്തരം കൊടുക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന ശിർക്കിനെ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ നിഷേധിക്കും. അല്ലാഹ് പറയാണ്, അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. മുജാഹിദുകൾ ഒരു പ്രസിദ്ധീകരണം ഞാൻ വായിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ പാടില്ല. ഫലാ തദ്ഉ, പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ച ശിർക്കാണ്. പക്ഷെ എന്താണ് ഇവിടെ സമസ്തയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? പൊന്നുമൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദ്യമുണ്ട്. എന്താ ചോദ്യം? മുയ്യിദി ശൈഖെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അഹ്ലുസുന്നത്തിന്റെ മറുപടി എന്താ? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് അഹ്ലുസുന്ന. എന്നാൽ സമസ്തക്കാര് പറയുന്നു അനുവദനീയമാണ്. നിങ്ങൾ പറയൂ സഹോദരന്മാരെ, അല്ലാഹ് പറയാണ് അള്ളാഹിന്റെ കൂടെ വേറെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ച ശിർക്കാണ്. ഈ ശിർക്ക് മുസ്ലിം സമുദായത്തിൽ ഉണ്ടോ ഇല്ലേ? ചിന്തിച്ചാൽ മതി. ഇത് ശിർക്കാണ് സഹോദരന്മാരെ. അല്ലാഹ് പറയാണ് ലാ തദ്ഉ, നിങ്ങൾ വിളിക്കരുത്. മുസ്ലിയാക്കന്മാര് പറയാണ് വിളിച്ചോളി, അനുവാദമുണ്ട്.
ഇത് അബദ്ധമാണ്. ഈ തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് മാത്രം പറഞ്ഞ കാര്യം എന്താ? ഗൈബിയായ കാര്യങ്ങൾ അഥവാ അദൃശ്യമായ കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. എത്ര 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 ആയത്തുകൾ നബി നിങ്ങൾ പറയണം, ഖുൽ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ ആലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയില്ല എന്ന് നബി നിങ്ങൾ പറയണം. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയോ? റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ലെങ്കിൽ വേറെ ആർക്കും അറിയില്ല. അപ്പൊ പ്രവാചകനോട് പറയാണ്, റസൂലെ നിങ്ങൾക്ക് ഗൈബ് അറിയില്ല എന്ന് നിങ്ങൾ പറയണം. പിന്നെ ആർക്കാ ഗൈബ് അറിയാം? ഖുൽ നബിയെ നിങ്ങൾ പറയണം, ലാ യഅലമു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബ് അറിയുന്നവർ ആരുമില്ല. ഗൈബ് അറിയുന്നവർ ലാ യഅലമു എന്ന് അല്ലാഹു പറഞ്ഞു, അറിയുകയില്ല. ഗൈബ് അല്ലാഹു അല്ലാതെ ഭൂമിയിലും ആകാശത്തിലുമുള്ളവൻ അല്ലാഹു അല്ലാതെ ആരും അറിയുകയില്ല. അപ്പൊ ഗൈബ് അറിയുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ അതിൽ വേറൊരാൾ പങ്കു ചേർത്താൽ അതിന്റെ പേരാണ് ശിർക്ക് എന്ന് പറയാം. അപ്പൊ ഗൈബ് അല്ലാഹുക്ക് മാത്രം. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം ഖാസാണ്. അപ്പൊ ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹ് അല്ലാത്തവരും അറിയുമെന്ന് വിശ്വസിച്ചാൽ അതിന്റെ പേരാണ് ശിർക്ക്. അങ്ങനെ ശിർക്ക് ഇവിടെ മുസ്ലിം സമുദായത്തിലുണ്ടോ? ഉണ്ട്. എന്താണ്? ഇതാ പൊന്മള നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം മഹത്തുക്കൾ അദൃശ്യമറിയും. ഗൈബിയായ കാര്യങ്ങൾ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും അറിയും. അള്ളാഹ് പറയാണ് ലാ യഅലമു, അറിയില്ല. മുസ്ലിയാക്കന്മാര് പറയാണ് അറിയും. ഇത് അബദ്ധമാണോ അല്ലേ? ശിർക്കാണോ അല്ലേ? നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇനിയോ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ, ആ പ്രത്യേകമായ കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയുള്ളൂ. പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാരാണ്? അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ, പ്രാർത്ഥനയ്ക്ക് അത് കേട്ട് ഉത്തരം നൽകുക എന്ന വിശേഷണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. ആ വിശ്വാസം ആറ്റാർക്കെങ്കിലും കൊടുത്താൽ അതിന്റെ പേരാണ് ശിർക്ക്. അല്ലാഹ് പറയാണ് ലാ യസ്തജീബൂൻ, അവർ ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ, ആരാണ് ഉത്തരം നൽകാനുള്ളവൻ? അല്ലാഹ് ചോദിക്കുക ആരാ ഉത്തരം കൊടുക്കുക എന്ന്. പടച്ചോന്റെ ചോദ്യം. എന്നാ സമസ്തക്കാര് പറഞ്ഞെന്താ അറിയോ? സമസ്തക്കാര് പറഞ്ഞെന്താ? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. അല്ലാഹ് പറയാണ് ആരാണ് ഉത്തരം കൊടുക്കാനുള്ളത്? അള്ളാന്റെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ആരും അത് ഉത്തരം കൊടുക്കാൻ സാധ്യമല്ല. ഉത്തരം കൊടുക്കുന്നവൻ പടച്ചവൻ മാത്രമാണ്. പക്ഷെ മൊയ്തീൻ ശൈഖിന്റെ പേരിൽ മാലയിൽ പറയാണ് വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ അത് ഉത്തരം ചെയ്യും ഞാനെന്നോവർ. അത് വിശദീകരിച്ചപ്പോൾ എന്താ മുസ്ലിയാക്കന്മാർ ചെയ്തത്? ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. മൊയ്തീൻ ശൈഖിനെ എവിടുന്ന് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഉള്ളാളെന്ന് വിളിച്ചാലും, ഉഗാണ്ടയിൽ നിന്ന് വിളിച്ചാലും, അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും, ബ്രിട്ടനിൽ നിന്ന് വിളിച്ചാലും, കേരളത്തിൽ നിന്ന് വിളിച്ചാലും, എവിടുന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യും. അല്ലാഹ് എന്താ പറഞ്ഞത്? ലാ യസ്തജീബൂൻ, ഉത്തരം കൊടുക്കൂല. അല്ലാഹ് പറയും ഉത്തരം കൊടുക്കൂല. ഇവര് പറയും ഉത്തരം കൊടുക്കുമെന്ന് മാത്രമല്ല വായ കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കൊടുക്കുന്നു. ഇനി കേട്ടോളി കാരണം. എന്തുകൊണ്ടാണ് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയാൻ കാരണം ഗൗസുൽ ആദമിനെ വിളിച്ചാൽ അഥവാ മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അല്ലാഹുവാണ്. മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ചാൽ പടച്ചോനാണ് ഉത്തരം കൊടുക്കുക. ഇനിയോ അല്ലാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആദമാണ്. അങ്ങനെയുണ്ട്. പടച്ചോനെ എന്ന് വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് ഉത്തരം കൊടുക്കും. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ അല്ലാഹ് ഉത്തരം കൊടുക്കും. ഇതിന്റെ പേരാണ് സഹോദരന്മാരെ ലഘുവായി പറഞ്ഞാൽ ശിർക്ക്. ഇപ്പൊ മൊയ്തീൻ ശൈഖിന് അള്ളാന്റെ കഴിവുണ്ട്. അള്ളാനെ വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് ഉത്തരം കൊടുക്കും. അള്ളാഹ് ഉത്തരം കൊടുക്കുന്ന പോലെ തന്നെ ഉത്തരം കൊടുക്കും. മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ അള്ളാഹ് ഉത്തരം കൊടുക്കും. അള്ളാനെ വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് ഉത്തരം കൊടുക്കും. ഇപ്പൊ അള്ളാഹും മൊയ്തീൻ ശൈഖ് ഒരേ ദർജയില. ഇതിന്റെ പേരാണ് അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്നെ പടച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയ പടച്ചോന് നീ സമന്മാരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ച ആ ശിർക്ക് ഇവിടെ പച്ചയായിക്കൊണ്ട് സമൂഹത്തിലുണ്ട് സഹോദരന്മാരെ. ഇത് ആരോപണമല്ല. ചില ആളുകൾ മുജാഹിദികൾ ഇല്ലാത്ത ശിർക്ക് ആരോപിക്കലില്ല. ഇത് പച്ചയായ ശിർക്ക് നിങ്ങൾക്ക് പച്ചയായി പറഞ്ഞു തരാണ്. ഇത് ആരെയും ആരോപിക്കാനല്ല, ഇത് തിരുത്തണം. ഇത് അബദ്ധമാണ്. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു കിതാബിലും അങ്ങനെയില്ല. ഇത് ചില ആളുകൾ പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ കളവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇനി മാത്രമല്ല
ഇനി മാത്രമല്ല, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആളുകൾ വിളിച്ചാൽ അവർ ഉത്തരം കൊടുക്കൂല എന്നല്ലേ? എന്നാൽ നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ, ഉത്തരം കൊടുക്കൂല എന്ന് മാത്രമല്ല മുസ്ലിയാക്കന്മാർ, ഈ വാചകം ശരിക്കും ശ്രദ്ധിച്ചോളി. അല്ലാഹ് പറയാണ് ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരെ വിളിച്ചാലും, ബദരീങ്ങളാണെങ്കിലും മൊയ്‌ദി ശൈഖാണെങ്കിലും അമ്പറന്നങ്ങളാണെങ്കിലും ആരെങ്കിലും വിളിച്ചാലും, മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ചാൽ ലാ യസ്തജീബൂന ബിശൈഇൻ, ഒന്നിനും അവർ ഉത്തരം കൊടുക്കൂ. ബിശൈഇൻ, ഒന്നിനും ഉത്തരം കൊടുക്കൂല. എന്നാൽ മുസ്ലിയാക്കന്മാർ എന്തേത് അറിയും? ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരിത്രികമാകട്ടെ, ബദരീങ്ങളെ വെച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. അല്ലാഹ് എന്താ പറഞ്ഞത്? ലാ യസ്തജീബൂൻ, ഉത്തരം കിട്ടൂല. അല്ലാഹ് പറയെ കിട്ടൂല, മുസ്ലിയാക്കന്മാർ പറയെ കിട്ടും. ഇനി ബാക്കി കേട്ടോളി, കിട്ടുന്നു മാത്രമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ ആയിരിക്കെ അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട്. അങ്ങനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു കാര്യത്തിലും അവർ ഉത്തരം കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ കബാസിത്തിൻ കഫൈഹി ലൽ മാഇ ലിയബ്ലുഗ ഫാഹു, ഒരു മനുഷ്യൻ കിണറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം അവന്റെ വായിലേക്ക് എത്താത്തതുപോലെ വെള്ളത്തോ, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കിണറ്റിന്റെ മുമ്പ് ചെന്ന് എനിക്ക് വെള്ളം 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 എന്ന് പറഞ്ഞാൽ അവന്റെ വായിലേക്ക് വെള്ളം എത്തൂല. ഇതുപോലെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല എന്നുള്ള പറയാണ്, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള പറയാണ്. മുസ്ലിയാക്കന്മാരും പ്രാർത്ഥിക്കാം, അനുവദനീയമാണ്. അത് ശിർക്കാണ് എന്ന് അല്ലാഹ് പറഞ്ഞപ്പോ ശിർക്കാണെന്ന് പറയുന്ന ആളുകൾക്ക് വട്ടാണ്. ഇതാ സഹോദരന്മാരെ, മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ടോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇനിയോ സഹോദരന്മാരെ, ഞാൻ വേഗത്തിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാൻ. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു പടപ്പ്, ഒരു സൃഷ്ടി അവന്റെ മുമ്പിൽ അർപ്പിക്കുന്ന ഏറ്റവും വലിയ ആരാധന ഏതാണ്? സുജൂദല്ലേ? സുജൂദല്ലേ സഹോദരന്മാരെ? അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഏറ്റവും, നമ്മൾ നമസ്കാരത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണ്? സുജൂദല്ലേ? അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കർമ്മ സുജൂദാണ്. ആ സുജൂദ് പടച്ചോന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്താ അല്ലാഹ് പറഞ്ഞത്? ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ചന്ദ്രന് സുജൂദ് ചെയ്യാൻ പാടില്ല. വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. അല്ലദീ ഖലഖഹുന്ന, ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അല്ലാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ സുജൂദ് ആർക്കുള്ളതാണ്? അല്ലാഹ്ക്കുള്ളതാണ്. തർക്കമുണ്ടോ? വസ്ജുദൂ ലില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹ് പറയുന്നു വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യണം. എന്നാ നമ്മുടെ സമസ്തക്കാർ പഠിപ്പിക്കണം എന്താ അറിയോ? കേട്ടോളി. ഖുർആന്റെ അകമ്പൊരുൾ എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ, സഹായത്തിന്റെ വഴികൾ എന്ന് പറയുന്ന ലേഖനത്തിൽ അബ്ദുൽ അസീസ് ഫൈസി കാട്ടുംകുളങ്ങര എഴുതാൻ, ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, ശരിക്കും ശ്രദ്ധിക്കണം, ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല. എന്താ അല്ലാഹ് പറഞ്ഞത്? വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത് അല്ലാഹ് പറയാണ്. മുസ്ലിയാക്കന്മാര് പറയണം അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാൻ കുഴപ്പമില്ല, അത് ശിർക്കാകൂല. ഭാഷയിൽ വേണമെങ്കിൽ ചിലപ്പോ അത് ഹറാമൊക്കെ ആകുന്നല്ലാതെ, ഫിഖഹിന്റെ ഭാഷയിൽ ചിലപ്പോൾ അത് ഹറാമാകുന്നല്ലാതെ ശിർക്കാകൂല. സഹോദരന്മാരെ, അഹ്ലുസുന്ന പറയുന്നത് ശിർക്കാണ്, അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഭാര്യയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? ഒരു ദർഗയുടെയും അതുപോലെ തന്നെ ഒരു പടപ്പിന്റെയും ഒരു വലിയന്റെയും ഒരു പ്രവാചകന്റെയും മുമ്പിൽ പോലും സുജൂദ് ചെയ്യാൻ പാടില്ല. അതാണ് വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യണം. പക്ഷെ ഇവിടെ മുസ്ലിയാക്കന്മാരെ പഠിപ്പിച്ചെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. മാത്രവുമല്ല അവർ എഴുതിയെന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് മുമ്പ് സുജൂദ് ചെയ്യാൻ പറ്റിയ ശിർക്കല്ല എന്ന് പറയാൻ കാരണം ഇവിടെ തൗഹീദിൽ പഴച്ചിട്ടുണ്ട്. തൗഹീദിൽ പഴച്ചു. എന്താ അവർ എഴുതിയത്? ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലുള്ള വിനയമാണെങ്കിൽ അത് ഇബാദത്താകുന്നു എന്നും,
അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിലാണെങ്കിൽ ഇബാദത്തല്ല നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം നോക്കാം. എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അള്ളാഹു അല്ലാത്ത മുമ്പിൽ സുജൂദ് ചെയ്താലും എന്ത് ഗോഷ്ഠികൾ കാണിച്ചാലും ശിർക്കല്ല എന്ന് സമസ്തക്കാർ പറയാൻ കാരണം ഒരു അസ്ലിനെ തെറ്റിയിട്ടുണ്ട്. എന്താ ഒരു അസ്ല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം നോക്കാം. സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വന്തമായി കൊണ്ട് കഴിവുള്ളവൻ പടച്ചോൻ മാത്രമാണ്. ഏത് സൃഷ്ടിയാണെങ്കിലും അവന് സ്വന്തമായിട്ട് കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ മതി. ഇത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ഠി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർക്കുള്ള ആരാധനയാകുകയില്ല. അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്താലും അല്ലാത്ത മുമ്പിൽ എന്ത് നിസ്കരിച്ചാലും നോമ്പോറ്റാലും എന്ത് ചെയ്താലും ഈ പടപ്പ് പടച്ചോനാണെന്ന് വിശ്വസിക്കാത്തോടത്തോളം കാലത്തോളം അത് ശിർക്കല്ലെന്നാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നു സഹോദരന്മാരെ, പൊന്നു മുഅ്മിനീൻ ഉള്ളാളിലുള്ള എന്റെ സഹോദരന്മാർ, ഞാൻ പറയുന്നു, ഇത് തെറ്റാണ്, അബദ്ധമാണ്, ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്, അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന് എതിരാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായി മുജാഹിദുകളും സലഫികളും പറഞ്ഞു തരുള്ളൂ. ഇത് നിങ്ങളുടെ ദേഷ്യം കൊണ്ടല്ല, നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാ പറഞ്ഞത്. കാരണം ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും ഈ അബദ്ധത്തിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ അവന്റെ സങ്കേതം നരകമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്ന കൃത്യമായ ഉറപ്പും കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് സഹോദരന്മാർ ഇത് പറയുന്നത്. ഇനി തീർന്നോ? ഇതൊന്നുമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാത്രം വിശേഷണമായി കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അവനാണല്ലോ സൃഷ്ടാവ്. ഇതിലാർക്കും തർക്കമുണ്ടോ? പടച്ചോനല്ലേ നമ്മളെല്ലാം സൃഷ്ടിച്ചത്. നമ്മുടെ ഖാലിക്കും നമ്മുടെ മുദബ്ബിറും ഒക്കെ പടച്ചോനല്ലേ. ഇതിലാർക്കും തർക്കമുണ്ടോ? ആ അള്ളാഹു അവന്റെ വിശേഷണമായി കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഈ ആകാശങ്ങളെയും ഭൂമിയെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് കുൻ എന്ന വാചകം കൊണ്ടാണ്. കുൻ എന്നോട് പറഞ്ഞു, ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. നാം ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം ഉദ്ദേശിച്ചാൽ ആ കാര്യത്തോട് കുൻ എന്ന് പറയും. അത് ഉണ്ടാകട്ടെ എന്ന് അല്ലാഹ് പറഞ്ഞാൽ ഉണ്ടാകും. ഇത് ആരുടെ വിശേഷനാണ്? ഇത് അള്ളാന്റെ വിശേഷണമാണ് സഹോദരന്മാരെ. എന്നാൽ എന്റെ കയ്യിലുള്ളത് ഈ പുസ്തകം നിങ്ങൾക്കറിയോ? അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി. CM മടവൂരിനെ കുറിച്ച് കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമായ മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ഒരു അധ്യാപകൻ എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഇതിന് അവതാരിക എത്തിക്കൊടുത്തതും സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം ഇതിന്റെ അവതാരിക എഴുതി എന്താ അറിയോ? ഈ ഈ പുസ്തകം കേരളത്തിന്റെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മജ്‌ലിസുകളിലും വായിക്കപ്പെടേണ്ട പുസ്തകമാണ് എന്ന് പറഞ്ഞ് കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകത്തിൽ CM മടവൂരിനെ പറ്റി പറഞ്ഞെന്താ അറിയോ? CM മടവൂര് കുൻ എന്ന് പറഞ്ഞാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ CM മടവൂര് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്ന CM മടവൂര് കുൻ. ഇതിന്റെ 87-ാമത്തെ പേജിൽ നോക്കിയാൽ കാണാം. 87-ാമത്തെ പേജിൽ കാണാം CM മടവൂര് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. CM മടവൂര് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ എന്താ? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹ് പറയാണ് അള്ളാഹിനെ പറ്റി, അള്ളാഹുവിനെ മാത്രമുള്ള വിശേഷണമാണ് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുക. എന്നാൽ CM മടവൂരിനെ പറ്റി കാന്തപുരം മുസ്ലിയാർ അവതാരിക്കുന്ന പുസ്തകത്തിൽ പറയാണ് CM മടവൂര് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. പൊന്നു മുഅ്മിനീങ്ങളെ, ചിന്തിച്ചത് ശിർക്കാണോ? അല്ലേ? CM മടവൂരിനെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ടോ? ഇല്ലേ? വാശിയും വക്കാണും സംഘടനയും ഒക്കെ വെക്കി അള്ളാഹുവിന്റെ പരലോകം സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണ്, ഖബർ സത്യമാണ്, മരണം സത്യമാണ്, ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ മുജാഹിദിന് സത്യമാണ്, സുന്നിക്കും സത്യമാണ്, സമസ്തക്കും സത്യമാണ്. ഈ പറയുന്ന ശിർക്കാണോ? അല്ലേ? നിങ്ങൾ പറയും. ഈ കാന്തപുരം മുസ്ലിയാരുടെ ഈ ശിഷ്യനീതി പുസ്തകത്തിൽ ശിർക്കുണ്ടോ? അല്ലേ? മുജാഹിദുകൾ അഹ്ലുസുന്ന പറയുന്നത് ശിർക്കാണ്, തെറ്റാണ്. അത് നിങ്ങൾ മുശ്രിക്കാക്കാൻ വേണ്ടി പറയില്ല, ഇത് തെറ്റാണ്. അള്ളാഹിനെ പറ്റി പറഞ്ഞ കാര്യം ഒരിക്കലും CM മടവൂരിനെ പറ്റി ഒരു മുഅ്മിന് വിശ്വസിക്കാൻ പാടില്ല. അത് തെറ്റാണ്. ഇനി പറഞ്ഞ് എവിടെത്തിയെന്നറിയോ? അള്ളാഹിനെ പോലെ എന്ന് മാത്രമല്ല, അള്ളയാണ് CM മടവൂര്, പടച്ചോനാണ് CM മടവൂര് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒരു പാട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം, നിങ്ങളത് കേട്ടോ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോട് ചൊല്ലേ, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ.
മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ മടവൂരേ മടവൂരേ മടിയിൽ കനമത് ഉള്ളോരെ കനമത് മടിയിൽ വെച്ചോളൂ കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂരേ ഹുവ 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 മടവൂരേ മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാവ് കൊണ്ട് പറയാൻ ഭാഗ്യം ലഭിച്ചൊരു മുഅ്മിന്റെ തൊള്ളയെന്ന് ഇത്രയും പച്ചയായ കുഫറിന്റെ വാചകം പറയും. ഇത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞങ്ങളെ പടച്ചത് മടവൂരാണെന്ന് പച്ചക്ക് പറയാൻ പോലുമുള്ള ആർജവവും തന്റെ ഇടവും എന്തുകൊണ്ട് ഇവർക്ക് കിട്ടിയെന്നറിയോ? ഇതുപോലത്തെ പുസ്തകങ്ങൾക്കാണ് ഉസ്താദന്മാർ അവതാരിക എഴുതി കൊടുക്കുന്നത്. ഇതിൽ പറഞ്ഞ വാചകനാൽ പാടിയത് മടവൂര് കുന്നെന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അതുകൊണ്ട് ഈ പാടിയ മുസ്ലിയാക്കന്മാരെ സമസ്തക്കാർക്ക് വിമർശിക്കാൻ പറ്റൂല. നിങ്ങൾ എഴുതിയ പുസ്തകത്തിന്റെ ആശയം അത് തന്നെയാണ്. ഇനിയോ ഈ പുസ്തകത്തിൽ വേറെന്താ ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. ഇത് ശിർക്കാണോ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുള്ള ഉള്ളാളിലെ പൊന്നു മുഅ്മിനീങ്ങളെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കൂ. ഇത് ശിർക്കല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ ശിർക്കുണ്ടോ? ഇതുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് പച്ചയായ നരകത്തിലേക്ക് പോകുന്ന വിറകായി തീരുന്ന ശിർക്കല്ലെങ്കിൽ ഇതിന് മുജാഹിദുകളുടെ പേര് നിങ്ങൾ എന്ത് വിളിച്ചാലും എന്ത് നിങ്ങൾ ആക്ഷേപിച്ചാലും നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ചോ, മടവൂരാണ് എന്റെ പടച്ചോൻ എന്ന് പറഞ്ഞാൽ അത് പടച്ചോൻ പൊറുക്കുമോ? പൊറുക്കോ? ഈ ചെങ്ങായിക്ക് ഇത് പാടാനുള്ള തൗഫീക്കും അവന്റെ നാവും അവന്റെ ശബ്ദവും അവന്റെ എല്ലാം കലിഞ്ഞിറങ്ങിയ പടച്ചോനെ മറന്നിട്ട് എന്റെ പടച്ചോൻ മടവൂരാണെന്ന് പാടിയിട്ടുണ്ടെങ്കിൽ ഉള്ളാളിലെ പൊന്നു മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, ഇതാണ് മുജാഹിദികൾ പറഞ്ഞത് അപകടമാണ്. ഇത് കൊടുത്ത കഴിവും പറഞ്ഞ് അവസാനം മൊയ്ജത്തും കറാമത്തും പറഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെന്ന് പടച്ചവന്റെ സ്ഥാനത്തെ തട്ടിത്തെറിപ്പിച്ച് ആ സ്ഥാനത്തേക്ക് മടവൂരിനെ കയറ്റിയിരുത്തുന്ന അതിദാരുണമായ ശിർക്കാണിത്. ഇത് ശിർക്കല്ലെങ്കിൽ നിങ്ങൾ പറയൂ എന്താണ് ശിർക്ക്? ശിർക്കിന്റെ നിർവചനങ്ങൾ ഉള്ളാളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക്. ഞാൻ പടച്ചോനാണെന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളയാണെന്ന് പറഞ്ഞാൽ അതുപോലെ ശിർക്കല്ലാതായിരിക്കുന്നു. മടവൂര് പറഞ്ഞു അനല്ലാ, ഞാൻ പടച്ചോനാണ്. അതിന് ന്യായീകരിക്കുന്ന ചില ആളുകൾ. തീർന്നോ സഹോദരന്മാരെ? മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? എന്താണ് മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചത്? റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്ന പ്രവാചകനെ അതിക്രമിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മൈക്രോ സെക്കൻഡിൽ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അല്ലാഹ് പറയാണ്, മുജാഹിദിന്റെ വാദമല്ല. അല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കണം. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി, ആകാശത്തുനിന്ന് നിങ്ങൾക്ക് മഴ വർഷിച്ചു തരുന്ന ആരാണ്? അമ്മ യംലിക്കു സമഅ, ആരാണ് നിങ്ങളുടെ കണ്ണിനെയും കാഴ്ചകൾ ഓർമ്മപ്പെടുത്തിയവൻ? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് നബിയെ നിങ്ങൾ അബൂജഹലിനോട് ചോദിച്ചു നോക്കൂ, ഉത്ബത്തിനോട് ചോദിച്ചു നോക്കൂ, ശൈബത്തിനോട് ചോദിച്ചു നോക്കൂ. എന്താണ് അബൂജഹലിന്റെ മറുപടി? എന്താണ് അബൂജഹലിന്റെ മറുപടി? അല്ലാഹ് പറയാണ് വയഖൂഫ സയഖൂലൂന അല്ലാഹ്, അള്ളയാണെന്നാണ് അവർ മറുപടി പറയാ. ഏതല്ലാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളയുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദിൽ അള്ളയുണ്ടല്ലോ, ആ അള്ളയാണെന്നാണ് മക്കത്ത് മുശ്രിക്ക് പോലും വിശ്വസിച്ചത്. ഈ ലോകം നിയന്ത്രിക്കുന്നവൻ, ഈ ലോകത്ത് ഭക്ഷണം ഇറക്കുന്നവൻ, ഈ ലോകത്ത് ജീവിപ്പിക്കുന്നവൻ, ഈ ലോകത്ത് മരിപ്പിക്കുന്നവൻ പടച്ചോനാണെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിച്ചവന്റെ വിശ്വാസം അല്ലാഹ് പറയാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവന്റെ വിശ്വാസം എന്താ അറിയോ? ഈ പുസ്തകത്തിൽ പറഞ്ഞെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിച്ചവന്റെ വിശ്വാസം അല്ലാഹ് പറയാണ് ഫസയഖൂലൂനല്ലാഹ്, അള്ളയാണെന്നാണ് അവർ പറയാ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഈ മുസ്ലിമിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത ഈ പുസ്തകത്തിൽ പറയാണ് മുദബ്ബിറുൽ ആലം സി.എം. മടവൂരാണ്. ഇതിന്റെ 88ാമത്തെ പേജിൽ കാണാം എന്താ സി.എം. മടവൂരിന്റെ ശിഷ്യൻ എന്ന് പറയാണ്. അനാ ഖൂലു അൻക ഖുതുബുൽ അഖ്താബി വ മുദബ്ബിറുൽ ആലം,
അല്ല സിഎംഎ, നിങ്ങളാണ് ഖുതുബുൽ അഖ്താബ്, നിങ്ങളാണ് ഈ ലോകം നിയന്ത്രിക്കുന്ന വ്യക്തി, നിങ്ങളാണ് മുദബ്ബിറുൽ ആലം, ഈ ലോകത്തിന്റെ മുദബ്ബിർ നിങ്ങളാണെന്ന് ഒരു ശിഷ്യൻ വന്നുകൊണ്ട് സിഎം മടവൂരിനോട് പറഞ്ഞപ്പോ എന്നാണ് സിഎം മടവൂർ പറഞ്ഞത് പോലും. എന്താണ്? പൊന്നുമോനെ, ഞാൻ മുദബ്ബിറുൽ ആലമാണ്, സംശയമൊന്നുമില്ല, ഇതൊക്കെ എന്റെ ചെറിയ മദ്ഹല്ലയോ, ഇതിനേക്കാൾ വലിയ സ്ഥാനത്തല്ലേ ഞാനുള്ളത്, ഞാൻ മുദബ്ബിറുൽ ആലമിന്റെ അപ്പുറത്തല്ലേ, ഞാൻ പടച്ചോനല്ലേ എന്ന് സിഎം മടവൂര് പറഞ്ഞു എന്ന് മുജാഹിദിന്റെ കിതാബ് എന്നല്ല ആരോപണം പറയുന്നത്. ഇത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതി കൊടുത്തതിൽ നിന്നാ. നിങ്ങൾ ആലോചിക്കണം. പൊന്നു മുമ്പ് നിങ്ങൾ ചിന്തിക്കി, നിങ്ങൾ സംഘടന SKSF-ഉം അതുപോലെ തന്നെ എല്ലാം മാറ്റിവെക്കി. ഇത് ശിർക്കാണോ അല്ലേ? നിങ്ങൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് മക്കത്തെ മുശ്രിക്ക് പോലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരു മനുഷ്യൻ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് തൗഹീദാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുദബ്ബിറുൽ ആലം അള്ളയാണെന്ന് വിശ്വസിച്ചിട്ട് പോലും മക്കത്തെ മുശ്രിക്കായിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരു മനുഷ്യൻ മുദബ്ബിറുൽ ആലം അള്ളയല്ലെന്ന് വിശ്വസിച്ചാൽ അവൻ എങ്ങനെയാണ് സഹോദര മുഅ്മിനാകുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ഇത് മാശിം വെക്കാനൊക്കെ അവിടെ നിൽക്കുക. ഇത് ശിർക്കാണോ? അല്ലേ? ഇത് ശിർക്കാണ് സഹോദര, പച്ചയായ ശിർക്കാണ്, നരകത്തിലേക്ക് പോകുന്ന ശിർക്കാണ്. നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാൻ, ഉള്ളാളിലെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തെറ്റാണ്. ഇതിന് മറുപടി പറയാനുള്ളവർക്ക് പറഞ്ഞോട്ടെ, ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതില്ലാന്ന് പറയട്ടെ. ഇനി സഹോദരന്മാരെ, ഇനി മാത്രമല്ല, ഈ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നവനല്ലേ? ഇബ്ലീസിനെ നിയന്ത്രിക്കുന്നവരാരാ? മടവൂരാണ്. ഇനി ഇബ്ലീസിനെ നിയന്ത്രിക്കാന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനഹുല്ലാഹ്, അവൻ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു, അവന് നരകമുണ്ടെന്നും അവനെയും അവന്റെ കൂട്ടാളികളെയും അല്ലാഹു നരകത്തിലേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ആ ഇബ്ലീസിനെ കുറിച്ച് ഈ ഒരു ചെങ്ങായി പഠന പാട്ട് കേട്ടോളൂ നിങ്ങൾ. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമ മലായിക്കത്തിൻ ഗുരുവാക്കും. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമ മലായിക്കത്തിൻ ഗുരുവാക്കും. എന്താ പറഞ്ഞ? വേണമെങ്കിൽ ഇബ്ലീസിനെയും നന്നാക്കിയിട്ട് മലായിക്കത്തിന്റെ ഗുരുവാക്കി മാറ്റും ആര്? സിഎം മടവൂര്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഇബ്ലീസിനെ നന്നാക്കണ്ട, മനുഷ്യന്മാരെ കേടുവരുത്താൻ. മനസ്സിലായി? മനുഷ്യന്മാരെ തൗഹീദിന് കേടുവരുത്താന്നാ തന്നെ വലിയ ഹൈറാണ്. നിങ്ങൾ ഇബ്ലീസിനെ നന്നാക്കാനൊന്നും പോകണ്ട. അപ്പൊ ഇനി ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിനെ AP സമസ്തക്കാർ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിമർശിക്കാൻ അർഹതയില്ല. ഈ പാട്ടിനെ, ഇബ്ലീസിന്റെ പാട്ടിനെ വിമർശിക്കാൻ മുജാഹിദികൾക്ക്, സലഫികൾക്ക് മാത്രമേ അവകാശമുള്ളൂ. കാരണം ഇത് നിങ്ങളുടെ ഇറക്കിയ, നിങ്ങളുടെ അബ്ദുൽ കരീം ജീയുടെ പുസ്തകമാണ്. സാക്ഷാൽ നിങ്ങളുടെ സാഹിത്യ തറവാട്ടിലെ കാരണവരായ KV എമ്പന്താവൂരി പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് അറിയും? ഇബ്ലീസിന് മോക്ഷമുണ്ട്. കാരണം അള്ളാഹു ഇബ്ലീസിനെ ശപിച്ചത് ഖിയാമത്ത് നാൾ വരെ ഉള്ളൂ. ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ ഇബ്ലീസിന് മോക്ഷം കിട്ടുമെന്ന് ഇതിന്റെ 63-ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മറുപടി പറയുന്ന ആളുകൾ, ഓ വഹാബി, ആ പാട്ടുമായിക്കൊണ്ട് നിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയണ്ട. ആ പാട്ടുമായിക്കൊണ്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് മാത്രമല്ല, ആ പാട്ടിന്റെ ആശയം നിങ്ങളുടെ നേതാക്കന്മാർ ഇത് പുസ്തകത്തിലുണ്ട്. എന്താ അതിലെന്നറിയോ? അത് നീങ്ങുകയും അയാളുടെ സ്വഭാവങ്ങൾ സംശുദ്ധമായി പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ശാപം നീങ്ങി മോക്ഷം ലഭിക്കുന്നു. ഇബ്ലീസിന് മോക്ഷം കിട്ടുമെന്ന് സമസ്തക്കാർ അംഗീകരിക്കുന്ന പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം വായിച്ചിട്ടാണ് ഈ ചങ്ങായി ഇബ്ലീസിന്റെ പാട്ട് പാടിയത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ പാട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, വഹാബികൾ തട്ടിപ്പ് നടത്തണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ അംഗീകരിക്കുന്ന സാക്ഷാൽ ഇബ്ലീസ്, ആ ഇബ്ലീസിനെ നന്നാക്കാനും നിങ്ങൾ വലിയ താല്പര്യം കാണിക്കണം. ഇബ്ലീസിന് മോക്ഷം കൊടുക്കാനും ഇബ്ലീസിന് നരകത്ത് നിൽക്കാനും. സഹോദരന്മാരെ, സ്വന്തം നഫ്സിന് നരകത്ത് നിന്ന് ആദ്യം ഇബ്ലീസിന്റെ കാര്യം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ചോളി. അതുകൊണ്ട് സഹോദരന്മാരെ, പച്ചയാശി തീർക്കാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓടുന്ന അതൊക്കെ കിട്ടിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചിരിക്കുന്ന വിശ്വാസികളായ, 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, പള്ളിയിൽ പോകുന്ന വിശ്വാസികളായി അറിയപ്പെടുന്ന ആളുകൾക്ക് എവിടുന്നാണ് ഈ മുദബ്ബിറുൽ ആലമും അതുപോലെ തന്നെ ഖുതുബുൽ ആലമും ഒക്കെ എവിടുന്ന് കിട്ടി? സംശയിക്കേണ്ട, അത് അവർ എഴുതിയിട്ടുണ്ട്. അത് ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. എവിടെയുള്ളത്? അൽ മുബാറക് മാസികയിൽ
പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് എന്ന് പറയുന്ന സമസ്തയുടെ വലിയ ബുദ്ധിജീവി അറിയപ്പെടുന്ന ആള് ഏത് ലേഖനത്തിൽ കാണാം, എന്താ കാണാന്നറിയോ? അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. ഏത് സുന്നികള്? അഹ്ലുസുന്നല്ല, സമസ്ത. അപ്പൊ സമസ്തയുടെയും ഷിയാക്കളുടെയും തൗഹീദ് ഒന്നാണ്, ഒരു വ്യത്യാസമില്ല. സമസ്തന്റെ തൗഹീദും ഷിയാക്കളുടെ തൗഹീദും ഒന്നാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത്, പൊന്നു സഹോദരന്മാരെ, ഇത് അഹ്ലുസുന്ന എന്ന് കിട്ടിയതല്ല. അഹ്ലുസുന്നയുടെ ഒരു കിതാബിലും ഈ പറയുന്ന ഒരു വാദത്തിനും തെളിവില്ല. ഇതൊക്കെ കിട്ടിയത് ഖുമൈനിയുടെയും അതുപോലെ തന്നെ ഷിയാക്കളുടെയും അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന കപട ജൂതനുണ്ടാക്കിയ ആ പിഴച്ച പ്രസ്ഥാനമായ ഷിയായിസത്തിൽ നിന്നാണ് ഇതൊക്കെ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് പൊന്നു മുമ്പിൽ ഇതൊക്കെ ഒഴിവാക്കണം. ഇനിയോ, ഈ ശിർക്കൊക്കെ കടന്നു വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഖബർ കെട്ടിപ്പൊന്തിക്കുക. ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയല്ലോ. അതിനെ സംബന്ധിച്ച് വിശദമായി ഇവിടെ വരും. അതിലൂടെയാണ് ശിർക്ക് കടന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തത്തഖിദു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന കേന്ദ്രമാക്കരുത്, ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനി യുഅബദു, എന്നെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കിക്കൊണ്ട് എന്റെ ഖബറിനെ മാറ്റരുത്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന് പറയാനുള്ളത് ഈ കാര്യമാണ്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് ബോധം വരുന്നു, പോകുന്നു. ആ സന്ദർഭത്തിൽ തന്റെ ഭാര്യമാർ റസൂലുള്ളാഹിന്റെ മുഖത്തിൽ നിന്ന് ഇങ്ങനെ വിരിപ്പിങ്ങനെ മാറ്റുമ്പോൾ പ്രവാചകൻ പറയാണ്, ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ പള്ളികൾ ഊരും പേരും അറിയാത്തവരല്ല, അഡ്രസ്സും ബാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും നാടൊന്നും അറിയാത്തവരല്ല, ഏതെങ്കിലും പരവതാനി വിരിച്ചുകൊണ്ട് പാറി വന്നവരുമല്ല. അങ്ങനെയാണല്ലോ, പരവതാനി വിരിച്ച് പാറി വന്നു എന്ന ചരിത്രം. അവിടെ ഊരെന്താണ്, അഡ്രസ് എന്താണ്? ഉണ്ടോ സഹോദരന്മാരെ? ഞങ്ങൾ ആക്ഷേപം പറയില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താണ് ഇവിടെയൊക്കെയുള്ള ദർഗകളിൽ കിടക്കുന്ന ആളുകളുടെ ബാപ്പാന്റെ പേരെന്താണ്, ഉമ്മാന്റെ പേരെന്താണ്, ഊരേതാണ്, നാടെന്നറിയോ? അവർക്ക് തളികയിൽ പാറി വന്നു എന്ന. ആയിക്കോട്ടെ, അങ്ങനെ തളികയിൽ പാറി വന്ന ഖബറുകളെ ഉയർത്തിയവനെ കുറിച്ചല്ല പ്രവാചകന്റെ വാചകം. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, അല്ലാഹു തെരഞ്ഞെടുത്ത അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവർ പള്ളികളാക്കി, അതുകൊണ്ട് അവർക്ക് ശാപമുണ്ട്. എന്നിട്ട് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, യുഹദ്ദിറു മാ സനഉ, ആ തന്റെ മുൻഗാമികളായ ജൂത ക്രിസ്ത്യാനികൾ ചെയ്ത അത് എന്റെ ഉമ്മത്ത് ചെയ്യരുത് എന്നത് പ്രവാചകൻ വിലക്കുകയും അവർക്ക് താക്കീത് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, വകഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമാ വഅന്നഹു മുർതഹിലുൻ, പ്രവാചകന് ബോധ്യമായി ഞാൻ മരിക്കാൻ പോവുകയാണ്, റസൂൽ മരിക്കാൻ പോവുകയാണ്. വിൻദാലിക്കൽ മർദി, ആ രോഗത്തിൽ പ്രവാചകൻ മരിക്കും. ഫഖാഫ, റസൂലുള്ളാഹിക്ക് പേടിയുണ്ടായി. എന്താ മുത്തുനബി പേടിച്ചത്? നമ്മുടെ നേതാവ് എന്താ പേടിച്ച്? ഞാൻ മരിച്ചു പോകുകയാണല്ലോ പടച്ചോനെ എന്ന് പേടിയാണോ? അല്ല, മുത്തുനബി പേടിച്ചത് ഫഖാഫ, റസൂലുള്ളാഹി പേടിച്ചു, അൻ യുഅല്ലമ ഖബറുഹു, റസൂലുള്ളാഹിന്റെ ഖബർ ആരാധിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. കമാ ഫഅല മൻ മദാ, കഴിഞ്ഞുപോയ ജൂത ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ. ഫലഉൽ യഹൂദി വൻ നസാറ, അതുകൊണ്ടാണ് പ്രവാചകൻ ആ സമുദായത്തെ ശപിച്ചത്. ഇശാറത്തൻ, അതൊരു സൂചനയാണ്. ഇലാ ദമ്മി മൻ യഫഅലു ഫിഅലഹും, ആ ജൂത ക്രിസ്ത്യാനികൾ ചെയ്ത അതേ പണി ഈ ഉമ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൂചനയാണ്, മുഅ്മിനീങ്ങൾ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി പറയാൻ. മാത്രമല്ല, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ഖബറിനെ പറ്റി പറഞ്ഞത്? അന്ന സുന്നത അന്നൽ ഖബർ ലാ യുർഫഉ അലൽ അർദി റഫഅൻ കതീറ, ധാരാളമായി കുടിയർത്താൻ പാടില്ല. കാരണം ഈ ഉയർത്തപ്പെട്ട ഖബറിലൂടെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വന്നിട്ടുള്ളത്. വലാ യുസന്നു വയുസ്തഖബൽ യുർഫഉ നഹ്വ ശിബ്രിൻ, ഒരു ചാണ് മാത്രം ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാണ്, ഈ ഖബർ ഒരു ചാണ് മാത്രം ഉയർത്താൻ പാടുള്ളൂ. ഇതാണ് വഹാബിസം എന്നല്ല, വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ഷാഫിഈ മദ്ഹബ്. ഇതാണ് ഷാഫി മദ്ഹബ്. ഉള്ളാളിലെ പൊന്നു മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, ഈ ഇമാം നബവി പറഞ്ഞ ഷാഫി മദ്ഹബ് ആരാണ് ഇവിടെ പാലിക്കുന്നവർ? സമസ്തക്കാരാണോ സമസ്തക്കാരാണോ? ഇമാം നബവി പറഞ്ഞ ഷാഫി മദ്ഹബ് ആരാണ് ഇവിടെ പാലിക്കുന്നവർ? വമൻ വാഫഖഹു, ഷാഫി ഇമാമിന്റെ മാത്രമല്ല, ഷാഫിഈ ഇമാമിന്റെ ആ ആശയം മദ്ഹബ് സ്വീകരിക്കുന്നവർ ആരാണ്? ഇവിടെ സലഫികളല്ലേ. അതുകൊണ്ടാണ് സലഫികൾ എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് പുതുതായിക്കൊണ്ടൊരു വാദമില്ല. എല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സഹാബത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. അല്ലാതെ സലഫികളുടെ വക ഒന്നും ഞങ്ങൾ കൂട്ടിച്ചേർക്കലോ അതുപോലെ വെട്ടിച്ചുരുക്കലോ ഇല്ല സഹോദരന്മാരെ. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ശിർക്കിയായ കാര്യങ്ങൾ സഹോദരന്മാരെ നമ്മൾ ഒഴിവാക്കണം. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത പാപമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അത് മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രവാചകന്റെ ദീനിൽ
ഇല്ലാത്ത ഒരുപാട് കള്ളക്കറാമത്തുകൾ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കുത്തുബുസ്സമാൻ അസീദ് മുഹമ്മദ് ഷെരീഫുൽ മദനി എന്ന് പറയുന്ന ഇവിടുത്തെ ദർഗയെ സംബന്ധിച്ചിടത്തോളം സുൽത്താൻ ബുക്ക് സ്റ്റാൾ ഉള്ളാൾ, ഈ ഉള്ളാൾ നിറങ്ങിയ പുസ്തകമാണ്. ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊക്കെയാണ് ഇല്ലാത്തതും പിന്നെ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് കളവുകൾ കുത്തി നിറച്ച് എന്തിനാണ് സഹോദരന്മാരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയും? നിങ്ങൾ ആലോചിച്ചു. ഞാൻ ഇതിൽ ഒരു വാചകം വായിച്ച് കേൾപ്പിച്ചു തരാം. ഒരു കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ കുത്തുബായിരുന്ന ഉള്ളാൾ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെ കുറിച്ച് മദ്ഹ് പറയുക എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്നു, അള്ളാഹിന്റെ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ടോ? സയ്യിദ് മദനിയെ കുറിച്ച് മദ്ഹ് പറയണമെന്ന് അള്ളാഹിന്റെ ഖുർആനിൽ ആയത്തുണ്ടോ? ഇനി പിഴ പിന്നെ ഇനി കേട്ടോളി, അതിന് ബാക്കി എന്താ അറിയാം? കൂടാതെ സ്വാലിഹീങ്ങളെ പ്രകീർത്തനം പുണ്യമുള്ളതുമാണല്ലോ. അപ്പൊ അതിൽപ്പെട്ടതല്ലത്. ഉള്ളാൾ മദനിയെ കുറിച്ച് പ്രത്യേകമായി കൊണ്ട് പുണ്യം പറയണം, മദ്ഹ് പറയണമെന്ന് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ ആയത്ത് ഖുർആനിൽ ഇല്ല. നല്ലവരെ കുറിച്ച് നല്ലത് പറയാം, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ഉള്ളതാകണമെന്നേ ഉള്ളൂ. ഇതിലുള്ളതല്ല, മുഴുവൻ ഇല്ലാത്തതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇല്ലാത്ത കള്ളക്കറാമത്തുകൾ സഹോദരന്മാർ, ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഒരുപാട് ഇതിൽ പറയുന്ന നാശം നീങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സയ്യിദ് മദനിയെ കുറിച്ച് പറഞ്ഞെന്തറിയും? വിദൂരത്തിൽ നടക്കുന്ന ഏത് കാര്യവും അടുത്തുള്ളതുപോലെ കാണാനും ഏത് കാര്യവും ചെയ്യാനും മഹാനവർക്ക് കഴിയും. നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ, ദൂരെയുള്ള ഏത് രാജ്യത്ത് നടക്കുന്ന കാര്യമാണെങ്കിലും അത് അടുത്തുള്ള നടക്കുന്നത് പോലെ കാണാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മദനിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ പറയൂ മുഅ്മിനീങ്ങളെ, അതിന്റെ പേരെന്താണ്? ഇത് പടച്ചോന്റെ കൈവല്ലേ? വഹുവസ് സമീഉൽ ബസീർ. എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും പടച്ചോനാണെന്ന് അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ. എന്നാൽ ഈ ഉള്ള ആൾ ഇറങ്ങിയ പുസ്തകത്തിൽ പറയുന്നു, അല്ല അങ്ങനെയും വേറെ ചില ആളുകൾക്ക് കഴിവുണ്ട്. ഇനി നോക്കൂ സഹോദരന്മാരെ, എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കറാമത്തുകൾ. ഉറൂസ് നടക്കുന്ന സമയത്ത് അതിൽ സംബന്ധിക്കാതെ മീൻ പിടിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ അന്നും സമുദ്രത്തിൽ ഇറങ്ങി. ഇവിടെ ഉറൂസ് നടക്കുമ്പോ അതിൽ നിന്ന് പങ്കെടുക്കാതെ ചില ആളുകൾ എന്ത് ചെയ്ത് നമുക്ക് കടയിൽ മീൻ പിടിക്കാൻ പോയി. കാരണം ഒരു അന്നത്തിന്റെ കാര്യമാണല്ലോ. അപ്പൊ നാട്ടിൽ എല്ലാ നിലക്കുമുള്ള ഉയർച്ചയ്ക്ക് പ്രധാന കാരണമായ മദനി തങ്ങളുടെ ഉറൂസിന് ഭാഗമാക്കാതെ കടലിൽ ഇറങ്ങിയപ്പോൾ 2 ഓടം കടലിൽ മുങ്ങി. തൽക്ഷണം നാട്ടുകാർ മുഴുവനും മദനി തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. അപേക്ഷിച്ചപ്പോൾ മദനി തങ്ങളുടെ കറാമത്ത് കൊണ്ട് നാശങ്ങളില്ലാതെ ആ വലിയ സംഭവം അവസാനിച്ചു. എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തതൊക്കെ ആളുകളോട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? മക്കത്ത് തീപിടുത്തമുണ്ടായപ്പോൾ ഇവിടുന്ന് വെള്ളം കോരി ഒഴിച്ചു എന്ന് കറാമത്ത് പറയുന്നുണ്ട്. എന്തിനാണ് സഹോദരന്മാരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങൾ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇല്ലാത്തത് പറയരുത്, ഇൽമില്ലാത്ത കാര്യം പറയരുത്. നിങ്ങളുടെ കണ്ണുകളും കാതുകളും ചെവികളും എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ഇനി മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. ഏലസ് കെട്ടുക, അത് ശിർക്കല്ലേ? പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യുന്നുണ്ടോ അല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം. മഹാനായ ഹദീഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു ദഖല അലൽ മരീദ് യഊദുഹു. അദ്ദേഹം ഒരു രോഗിയുടെ അടുക്കലേക്ക് സന്ദർശിക്കുകയാണ്. ആ സന്ദർശിച്ച സന്ദർഭത്തിൽ ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം ചെന്നപ്പോ ഫലമസ അൽദഹു, അദ്ദേഹത്തിന്റെ ഈ കഴുത്തിന്റെ ഈ തണ്ണ മസിലിന്റെ ഭാഗം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് തടവി. അപ്പോൾ ഫൈദാ ഫീഹി ഖൈതുൻ, അതിലൊരു നൂല് കണ്ടു. അപ്പോൾ മഹാനായ ഹദീഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖാല മാ ഹാദാ, എന്താണ് നിന്റെ കയ്യിൽ ഒരു നൂല്? എന്താണ് നിന്റെ കയ്യിൽ? ഏലസ്. അദ്ദേഹം പറഞ്ഞു, ഖാല ശൈഉൻ റുഖിയ ലഹു ഫീഹി, അത് മന്ത്രി ചൂതി കെട്ടിയതാണ്. എന്താ പറഞ്ഞത്? ഫഖതഅഹു. എന്താ പറഞ്ഞു? ഓ മാഷാ അല്ലാഹ്, അഹ്ലുസ് സുന്ന വൽ ജമാഅ, നീ ഒറിജിനൽ സുന്നിയാണെന്നാണോ? ഫഖതഅഹു. ആ ഏലസ് മന്ത്രി ചൂതിക്കെട്ടി ഏലസിനെ മഹാനായ ഹുദൈഫത്തുൽ യമാനി റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്ന് പാഠം പഠിച്ച, റസൂലുള്ളാഹിന്റെ തിരുചുണ്ടുകൾക്ക് മുന്നിലിരുന്ന് ദീൻ പഠിച്ച ആ ഹുദൈഫത്തുൽ യമാനി പറയാണ്, ഫഖതഅഹു, അദ്ദേഹം അത് മുറിച്ചു കളഞ്ഞു. വഖാല, എന്നിട്ട് പറഞ്ഞ വാചകം ഉള്ളാളിലെ പൊന്നു മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഏലസ് കെട്ടി നടക്കുന്ന, അത് തൗഹീദാണെന്ന് മനസ്സിലാക്കിയ, അത് അബദ്ധമില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകൾ കേട്ടോ. ഇമാം അബൂ ഹാത്തിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസാണ്. അദ്ദേഹം പറയും, ലൗ മിത്ത, നീ ഈ നൂലും കൊണ്ടാങ്ങാനും മരിച്ചു പോയാൽ, വഹു അലൈക മാ സല്ലൈതു അലൈക, നീ ഈ ഏലസ് കൊണ്ടാണ് മരിച്ചതെങ്കിൽ, നീ മരിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഏലസ് ഉണ്ടെങ്കിൽ, മാ സല്ലൈതു അലൈക,
ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയില്ല. അതുകൊണ്ട് അത് ശിർക്കാണ്. ഇത് ഈ സംഗതി ഇന്ന് മുസ്ലിങ്ങളിൽ ഉണ്ടോ ഇല്ലേ? അതുപോലെ തന്നെ നഹ്സ് നോക്കുക, ശകുനം നോക്കുക. ഇപ്പോ മുഹറം 1 മുതൽ 10 വരെ നഹ്സാൻ എവിടുന്ന് കിട്ടിയതാ? ജൂതന്മാരിൽ നിന്ന് കിട്ടിയതാണ്. മുഹറം 10 നഹ്സാണ്, അതുപോലെ തന്നെ ചൊവ്വാഴ്ച നഹ്സാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ സത്യം ചെയ്യൽ. ചില ആളുകൾ ചില ദർഗകളിലൊക്കെ പോയി സത്യം ചെയ്യും, മമ്പർത്ത് പോയി സത്യം ചെയ്യും. പടച്ചോന്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞ വേഗം ചെയ്യും. എന്നാൽ മമ്പർത്ത് പോയി സത്യം ചെയ്യാൻ പറഞ്ഞാൽ അത് വലിയ പേടിയാണ്. എന്നാൽ മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അല്ലാഹു അല്ലാത്തവരെ ആര് പേര് സത്യം ചെയ്താലും അത് ശിർക്കാണ് സഹോദരന്മാരെ, തെറ്റാണ്. അതുപോലെ തന്നെ സിഹ്ർ ചെയ്യിപ്പിക്കാം, ചെല്ലുക, ചെയ്യുക, ഇതെല്ലാം അബദ്ധമായ കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതേ അല്ല. ഞാൻ അവസാനിപ്പിക്കാൻ സഹോദരന്മാർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹക്കായ കാര്യങ്ങളാണ്. ഇതെല്ലാം മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ശിർക്കിന്റെ വിവിധ മുഖങ്ങളാണ്. ഇതെല്ലാം അള്ളാഹു പൊറുക്കാത്ത വൻപാപങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, അവൻ ആരാണെങ്കിലും അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടൂല. അത് സലഫി ആണെങ്കിലും സുന്നി ആണെങ്കിലും സമസ്തയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്ന വിശ്വാസവും ആചാരങ്ങളും കർമ്മങ്ങളും ഒരു മുഅ്മിന്റെ ഒരു വിശ്വാസി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ അത് രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ. പടച്ച റബ്ബേ, നീ മാത്രമാണ് എന്റെ അഭയസ്ഥാനം. ഒരു ദർഗയോ ആചാരങ്ങളോ വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ ആൽത്തറകളോ മറ്റു തറകളോ ഒന്നുമല്ല. എന്റെ അഭയം പടച്ച റബ്ബേ നീയാണ്. ഇന്നമാ അശ്കൂ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, എന്റെ പ്രയാസങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും ഞാൻ ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്നത് ഏതെങ്കിലും വലിയന്റെ മുമ്പിലല്ല, ജാറത്തിന്റെ മുമ്പിലല്ല, ഏതെങ്കിലും അമ്പിയാക്കൻ മുമ്പിലെല്ലാം അല്ലാഹുവിലേക്കാണ്, ഏഴാനാകാശത്തപ്പുറത്തുള്ള പടച്ച റബ്ബിലേക്കാണ്. അതുകൊണ്ട് പടച്ചോനിലേക്ക് കൈനീട്ടുക, സൃഷ്ടികളിലേക്ക് കൈതിരിക്കാതിരിക്കുക. നീ ചോദിച്ചാൽ പടച്ചോനോട് ചോദിക്കുക, പടപ്പുകളോട് ചോദിക്കാതിരിക്കുക. ഈ തൗഹീദ് ഇതാണ് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അഹ്ലുസ് സുന്നയുടെ തൗഹീദ്. ഇത് സലഫികളുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയ തൗഹീദല്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഈ സലഫികളെ ആദർശം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇവിടുത്തെ പുരോഹിതന്മാർക്ക് നന്നായി അറിയാം, എല്ലാവർക്കും അറിയാം. ഖുർആനും സുന്നത്തും ഓതിക്കൊണ്ട് സലഫികളെ നേരിടാൻ കഴിയൂല. അപ്പൊ പല കുതന്ത്രങ്ങളും പയറ്റും, കളവുകൾ പ്രചരിപ്പിക്കും. ഈ ഉള്ളാളിലുള്ള ഒരു സഖാഫി പ്രസംഗിക്കാണ്. ഇതാ ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ അവർ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ പോലും ശിർക്കല്ല എന്ന് പറയുന്നവരാണ്. നിങ്ങൾ ആ സഖാഫിന്റെ കേട്ടോളൂ. അവരോട് സഹായം തേടുന്നതിനെ പറ്റിയും അവരെ ദർഗയിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് മൗലവി ഇന്നലെ പലതും സംസാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഈ കൂട്ടർ നമ്മൾ ഔലിയാക്കളോട് സഹായം തേടാമെന്ന് പറയുമ്പോൾ ഇവർ ജിന്നുകളോടും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടരെ മറുവിഭാഗം KNA വിഭാഗം പച്ച മുശ്രിക്കായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞ, അഥവാ നമ്മൾ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ജിന്നിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നു, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ഞാൻ ഈ ഉള്ള ആളിലെ മണ്ണിൽ വെച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി സധൈര്യം ഈ പറയുന്ന മുസ്ലിയാരോട് ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ഒരു തെളിവിന്റെ കഷ്ടമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ? നിങ്ങൾ പറയുന്ന ദീന് പടച്ചവന് വേണ്ടിയുള്ളതാണെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാണ് നിങ്ങൾ ഈ വാദം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഈ ഉള്ളാളിൽ വന്നുകൊണ്ട് തെളിയിക്കാൻ. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോ പോകട്ടെ, അതിന്റെ ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ ഒരു ചെറിയ മെമ്പർ പോകട്ടെ, ഒരു ബാലവേദി കുട്ടിയെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ലെന്ന് പറയുന്ന, പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു ക്ലിപ്പ് വേണ്ട, 1/2 സെക്കൻഡിന്റെ ക്ലിപ്പെങ്കിലും ഹാജരാക്കാൻ നിങ്ങൾക്ക് പടച്ചറപ്പിന് വിശ്വാസമുണ്ടെങ്കിൽ, പരലോക വിശ്വാസമുണ്ടെങ്കിൽ പൊന്നു മുഅ്മിനീങ്ങൾ നിങ്ങൾ കേട്ടോ, ഇത് ശുദ്ധമായ കളവാണ്, ശുദ്ധമായ കളവാണ്. അള്ളാഹു നീ സാക്ഷിയാണ്. ഈ കൂട്ടായ്മയെ ഒരിക്കലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും, അത് വിജന പ്രദേശമാണെങ്കിലും സ്വജനപ്രദേശമാണെങ്കിലും കപ്പലിലാണെങ്കിലും മുക്കിലാണെങ്കിലും മൂലയിലാണെങ്കിലും അല്ലാഹ് എന്നല്ലാതെ, യാ അല്ലാഹ് എന്നല്ലാതെ ഓ ജിന്നെ കാക്കണേ എന്നോ മലക്കെ കാക്കണേ എന്നോ വിളിക്കുന്ന ഒരു പിഞ്ചു പൈതലിന് പോലും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മെമ്പർമാരിൽ നിന്ന്
ഹാജരാക്കാൻ ഈ മുസ്ലിയാക്കന്മാർക്കെന്നല്ല, ലോകത്തൊരു മുസ്ലിയാക്കന്മാർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കാം. കളവ് പറയരുത്. പടച്ചറപ്പിന്റെ അടുക്കൽ രക്ഷപ്പെടൂല. നിങ്ങൾക്ക് ആദർശം കൊണ്ട് ആദർശത്തെ നേരിടാൻ കഴിയില്ലെങ്കിൽ സഹോദരന്മാരെ, ഇതല്ല അതിന്റെ വഴി. നിങ്ങൾക്കതിന് കഴിയില്ല. സലഫികൾ പറയുന്ന സത്യം മുഅ്മിനീങ്ങൾ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് മാന്യമായി കൊണ്ട് പറയാം. അതല്ലാതെ ഈ വളഞ്ഞ വഴികളും കളവിന്റെ വഴികളും ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ ഉള്ളാളിലുള്ള പാവപ്പെട്ട വിശ്വാസികളെ ആളുകളെ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.